ലിറ്റിൽ കൈറ്റ്സ് 2021-22 അധ്യയന വർഷത്തേക്കുള്ള അഭിരുചി പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പുകൾ നടത്തുന്ന വിദ്യാർത്ഥികൾക്കായി 3/3/2018 അതായത് ലിറ്റിൽ കൈറ്റ്സിൻ്റെ പ്രഥമ ബാച്ചിൻ്റെ അഭിരുചി പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഇൻപുട്ട് ഉപകരണങ്ങൾ ഏതെല്ലാം? ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഇൻപുട്ട് ഉപകരണങ്ങൾ ഏതെല്ലാം? ആൻസർ എ, ഡി. ക്യാമറ, മൗസ്. ക്വസ്റ്റ്യൻ നമ്പർ 2. ശ്രേണിയിൽ വിട്ടുപോയ ചിത്രമേത്? ശ്രേണിയിൽ വിട്ടുപോയ ചിത്രമേത്? 4 ചിത്രങ്ങൾ കാണാൻ പറ്റും. ഓരോ ചിത്രത്തിലും ഓരോ ഡോട്ടുകളുണ്ട്. ഈ ശ്രേണിയിൽ വിട്ടുപോയ 4ാമത്തെ ബോക്സിൽ വരേണ്ട ചിത്രം ഏതാണെന്നാണ് ചോദ്യം. ആൻസർ ബി. അതായത് 1ാമത്തെ ചിത്രത്തിൽ ഡോട്ട് മുകളിലോട്ടാണ്, ദെൻ 2ാമത്തത് റൈറ്റിലോട്ടാണ്, ദെൻ ലാസ്റ്റ് വൺ ബോട്ടം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ സിഡാക് പുറത്തിറക്കുന്ന ഗ്നു ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേരെന്ത്? എ, ഡെബിയൻ, ബി, ഉബുണ്ടു, സി, ബോസ്, ഡി, റെഡ് ഹാറ്റ്. ആൻസർ ബോസ്. ക്വസ്റ്റ്യൻ നമ്പർ 4. ചിത്രത്തിലെ ആകെ ത്രികോണങ്ങളുടെ എണ്ണം എത്രയാണ്? ചിത്രത്തിലെ ആകെ ത്രികോണങ്ങളുടെ എണ്ണം എത്ര? 22, 23, 20 ഇവയൊന്നുമല്ല. കൃത്യമായി എണ്ണി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ആൻസർ 22. ക്വസ്റ്റ്യൻ നമ്പർ 5. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. PNG ഏത് തരം ഫയലുകളുടെ ഫോർമാറ്റ് ആണ്? PNG ഏത് തരം ഫയലുകളുടെ ഫോർമാറ്റ് ആണ്? ശബ്ദം, വീഡിയോ, ആനിമേഷൻ, ചിത്രം. ആൻസർ ചിത്രം. PNGയുടെ ഫുൾ ഫോം പോർട്ടബിൾ നെറ്റ്വർക്ക് ഗ്രാഫിക്സ്. ഫുൾ ഫോം ഓഫ് PNG ഈസ് പോർട്ടബിൾ നെറ്റ്വർക്ക് ഗ്രാഫിക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചുവടെ നൽകിയിരിക്കുന്നവ പരിശോധിച്ച് ഗ്രൂപ്പിൽ പെടാത്തത് കണ്ടെത്തുക. ക്യൂബ്, ഗോളം, പിരമിഡ്, വൃത്തം. ഇവിടെ നൽകിയിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? ആൻസർ വൃത്തം. വൃത്തം ഒരു 2D ജോമെട്രിക് ഷേപ്പാണ്, 2 ഡയമെൻഷണൽ ഷേപ്പാണ്. മറ്റുള്ളവയെല്ലാം 3 ഡയമെൻഷനിലാണ്. ദ്വിമാന ചിത്രങ്ങളും ത്രിമാന ചിത്രങ്ങളും. ക്വസ്റ്റ്യൻ നമ്പർ 7. ഇവിടെ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ വിശകലനം ചെയ്ത് വിട്ടുപോയ കളത്തിലേക്ക് അനുയോജ്യമായ ചിത്രം ചുവടെ തന്നിരിക്കുന്നവയിൽ നിന്നും തിരഞ്ഞെടുക്കുക. 3 ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. 4ാമത്തെ കള്ളിയിൽ വരേണ്ട ചിത്രം ഏത്? എ, ബി, സി, ഡി. നീല വരകളും ചുവന്ന വരകളും അതേപോലെ ആ വരയുടെ മുകളിൽ അടയാളപ്പെടുത്തിയ ചെറിയ വരകളും മനസ്സിലാക്കിക്കൊണ്ട് 4ാമത്തെ ചിത്രം നമുക്ക് തിരഞ്ഞെടുക്കാം. ആൻസർ സി. ഒന്നാമത്തെ ചിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാം. നീലവര ഹൊറിസോണ്ടൽ ആയിട്ടാണുള്ളത്. ദെൻ ചുവന്ന വര അതിൻ്റെ റൈറ്റ് എൻഡിൽ നിന്ന്
ലെഫ്റ്റ് ബോട്ടത്തിലേക്കാണ് വരച്ചിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ ഒരു വരയാണുള്ളത്. ചുവന്ന വരയുടെ മുകളിൽ ഒരു ബ്ലാക്ക് ലൈൻ. രണ്ടാമത്തേൽ ചുവന്നതിൻ്റെ മുകളിൽ 2 ബ്ലാക്ക് ലൈൻ. അതായത് അതേപോലെ ബ്ലൂ ലൈൻ ഉള്ളത് എവിടെയാണ്? റൈറ്റ് വെർട്ടിക്കലായിട്ടാണ്. അതേപോലെ ബോട്ടം ഹൊറിസോണ്ടലായിട്ടാണ് ബ്ലൂ ലൈൻ തേർഡ് ഫിഗറിലുള്ളത്. അപ്പോൾ ഫോർത്ത് ഫിഗറിൽ എവിടെ വരും? ലെഫ്റ്റ് വെർട്ടിക്കൽ. ദെൻ ചുവന്ന വരയുടെ മുകളിൽ എത്ര ലൈൻ വേണം? 4 ലൈൻ വേണം. അങ്ങനെ ഓപ്ഷനിൽ നിന്നും ശരിയായത് നമുക്ക് കണ്ടെത്താം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നാം ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ ഒരു സോഫ്റ്റ്വെയർ ജാലകമാണ് ചിത്രത്തിൽ കാണുന്നത്. ഏതാണ് ഈ ജാലകം? ഇൻസ്റ്റാൾഡ് ആപ്സ്, ലാംഗ്വേജ് സെറ്റിംഗ്സ്, സിസ്റ്റം ഇൻഫർമേഷൻസ്, സിസ്റ്റം സെറ്റിംഗ്സ്. ആൻസർ സിസ്റ്റം സെറ്റിംഗ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 8 ഈ യന്ത്രത്തിലേക്ക് നൽകുമ്പോൾ 2 പുറത്തേക്ക് വരുന്നത് എങ്കിൽ ചുവടെ നൽകിയ പട്ടികയിലെ വിട്ടുപോയ സംഖ്യ ഏത്? 8 ഈ യന്ത്രത്തിലേക്ക് നൽകുമ്പോൾ 2 പുറത്തേക്ക് വരുന്നത്. ഔട്ട്പുട്ട് 2, ഇൻപുട്ട് 8. എങ്കിൽ ചുവടെ നൽകിയ പട്ടികയിലെ വിട്ടുപോയ സംഖ്യ ഏത്? 8 കൊടുക്കുന്ന സമയത്ത് 2, 10 കൊടുക്കുമ്പോൾ 4, 15 കൊടുക്കുമ്പോൾ 9. എങ്കിൽ 12 കൊടുത്തിട്ടുണ്ടെങ്കിൽ ആരായിരിക്കും ആൻസർ? ആൻസർ 6. അതായത് 8 നിന്ന് 6 കുറഞ്ഞതാണ് 2. 12 നിന്ന് 6 കുറയുമ്പോഴാണ്, അല്ലെങ്കിൽ 6 കുറച്ചാലാണ് 6 കിട്ടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചിത്രത്തിൽ കാണുന്ന CCയുടെ മുഴുവൻ പേരെന്ത്? CCയുടെ മുഴുവൻ രൂപമെന്ത്? സർക്കം സർക്കിൾ, ക്രിയേറ്റീവ് കോമൺസ്, കോമൺ സർക്കിൾ, കാർബൺ കോപ്പി. ആൻസർ ക്രിയേറ്റീവ് കോമൺസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചിത്രത്തിലെ 4ാമത്തെ കളത്തിലെ രൂപത്തിന് സമാനമായ കോഡ് ഏത്? ചിത്രത്തിലെ 4ാമത്തെ കളത്തിലെ രൂപത്തിന് സമാനമായ കോഡ് ഏതാണ്? A, B, C, D. ഓപ്ഷൻസ് ZM, ZQ, ZR, QM. നമുക്ക് മനസ്സിലാക്കാം. സർക്കിൾ ആവുമ്പോൾ Q ആണ് ആദ്യം വരുന്നത്. ട്രയാങ്കിൾ ആയതുകൊണ്ട് ഫസ്റ്റ് Z ആണ്. അപ്പോൾ Z-നാണ് ചാൻസ്. അപ്പോൾ A, B, C ഓപ്ഷനിൽ Z ഉണ്ട്. ദെൻ സെക്കൻഡ് വരേണ്ട ലെറ്റർ ഏതാണ്? ട്രയാങ്കിളിൽ ഫസ്റ്റിൽ ട്രയാങ്കിൾ R ആണുള്ളത്. പക്ഷെ സർക്കിൾ ഷെയ്ഡ് മാറ്റുമ്പോൾ M ആണ് വരേണ്ടത്. അപ്പോൾ ഏതായിരിക്കും ഓപ്ഷൻ? Z, M. ആൻസർ ഈസ് ZM. ഓപ്ഷൻ A. ക്വസ്റ്റ്യൻ നമ്പർ 12. കമ്പ്യൂട്ടർ മെമ്മറിയുടെ വിവിധ ഏകകങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. MB, GB, KB, TB. ഇവയെ അവയുടെ മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആരോഹണ ക്രമത്തിൽ ക്രമീകരിക്കുക. ഇതിന്റെ വലിപ്പക്രമത്തിൽ ഇതിനെ അറേഞ്ച് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഓപ്ഷൻ A MB, GB, TB, KB. B KB, MB, GB, TB. C GB, TB, KB, MB. D option MB, KB, GB, TB. Correct answer is KB, MB, GB, TB. Option B ആണ് correct answer. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചിത്രം വിശകലനം ചെയ്ത് ഇംഗ്ലീഷ് സംസാരിക്കുന്ന കളിക്കാരുടെ എണ്ണം കണ്ടെത്തുക. ചിത്രം വിശകലനം ചെയ്ത് ഇംഗ്ലീഷ് സംസാരിക്കുന്ന കളിക്കാരുടെ എണ്ണം കണ്ടെത്തുക.
കളിക്കാരെ സൂചിപ്പിക്കുന്നത് സർക്കിളാണ്. ഇംഗ്ലീഷ് സംസാരിക്കുന്നവരെ സൂചിപ്പിക്കുന്ന ജോമെട്രിക് ഫിഗർ സ്ക്വയർ ആണ്. അപ്പോൾ സ്ക്വയറിൽ സർക്കിളിലായി വരുന്ന ആളുകളൊക്കെ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരാണ്. ആൻസർ 5 + 2 7. ആൻസർ ഈസ് 7. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് പരിശീലിക്കുന്നതിനുള്ള സോഫ്റ്റ്വെയർ ആയ സ്ക്രാച്ചിലെ സുപരിചിതമായ ഒരു പദമായ സ്പ്രൈറ്റ് സൂചിപ്പിക്കുന്നത് ഏതിനെയാണ്? സ്പ്രൈറ്റ് സൂചിപ്പിക്കുന്നത് ഏതിനെയാണ്? പാശ്ചാത്തല നിറം, പാശ്ചാത്തല ചിത്രം, പാശ്ചാത്തലത്തിലല്ലാത്ത ഉൾപ്പെടുത്തിയ ചിത്രം, പാശ്ചാത്തല ശബ്ദം. ആൻസർ ഈസ് പാശ്ചാത്തലത്തിലല്ലാതെ ഉൾപ്പെടുത്തിയ ചിത്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അൻവറിന് വീട്ടിൽ നിന്ന് പാർക്കിലേക്ക് പോകേണ്ടതുണ്ട്. നൽകിയ വഴികളിൽ ഏറ്റവും കുറഞ്ഞ ദൂരമുള്ളത് ഏത്? അൻവറിന് വീട്ടിൽ നിന്ന് പാർക്കിലേക്ക് പോകേണ്ടതുണ്ട്. നൽകിയ വഴികളിൽ ഏറ്റവും കുറഞ്ഞ ദൂരം ഏത്? കിലോമീറ്ററിൽ ഡിസ്റ്റൻസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് നമുക്ക് കണ്ടെത്താം. ആൻസർ ഹോം, സ്കൂൾ, ലേക്ക്, പാർക്ക്. ടോട്ടൽ 3.5 കിലോമീറ്റർ ആണ് വരുന്നത്. അപ്പോൾ എല്ലാ ഡിസ്റ്റൻസും ടോട്ടൽ ചെയ്തിട്ട് ഏറ്റവും കുറഞ്ഞ ഡിസ്റ്റൻസ് ആണ്, ആ റൂട്ടാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജിയോജിബ്രയിലെ ഒരു ടൂൾ മാത്രം ഉപയോഗിച്ച് തയ്യാറാക്കിയ ചിത്രമാണിത്. പ്രസ്തുത ടൂൾ ചുവടെ നൽകിയവയിൽ ഏതാണ്? ഈ ചിത്രം വരയ്ക്കാൻ ഉപയോഗിച്ചിട്ടുള്ള ടൂൾ ഏത്? സർക്കിൾ വിത്ത് സെൻറ്റർ ആൻഡ് റേഡിയസ്, റെഗുലർ പോളിഗൺ, ആംഗിൾ, ഇന്റർസെക്റ്റ്. ആൻസർ ഈസ് റെഗുലർ പോളിഗൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അനിൽ, ബാബു, ജോൺ, കിരൺ, റാഫി, ശ്യാം എന്നിവർ ഒരു ബെഞ്ചിൽ ഇരിക്കുന്നു. ശ്യാമും അനിലും നടുവിലാണ് ഇരിക്കുന്നത്. കിരണും ബാബുവും രണ്ടറ്റങ്ങളിലാണ് ഇരിക്കുന്നത്. റാഫി ബാബുവിൻ്റെ തൊട്ടിടതുവശത്താണ് ഇരിക്കുന്നത്. ആർക്കിടയിലാണ് ജോൺ ഇരിക്കുന്നത്? ഇത്തരം ചോദ്യങ്ങൾക്ക് ആൻസർ കണ്ടെത്താൻ നിങ്ങൾ ഒരു ബെഞ്ച് വരച്ച് അതിൽ ഓരോരുത്തരുടെയും പേരെഴുതി പൊസിഷൻ അടയാളപ്പെടുത്താം. നൽകിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് അവയുടെ സ്ഥാനങ്ങൾ അടയാളപ്പെടുത്തുക. എങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഓരോരുത്തരുടെയും പൊസിഷൻ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ ജോൺ ഇരിക്കുന്നത് ആരുടെ ഇടയിലാണ്? ആൻസർ കിരൺ ആൻഡ് ശ്യാം. രണ്ട് രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. ഈ രണ്ടും നിങ്ങൾ പരിശീലിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 18. കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിക്കുന്ന ഏത് ഉപകരണമാണ് ഈ ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ചത്? ഡഗ്ലസ് എംഗൽബർട്ടാണ് ഈ ഉപകരണം കണ്ടുപിടിച്ചിട്ടുള്ളത്. ഏതാണ് ഉപകരണം? കീബോർഡ്, മൗസ്, പ്രിന്റർ, LCD മോണിറ്റർ. ആൻസർ മൗസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചിത്രത്തിൽ നിന്നും അവസാനത്തെ വരിയിൽ നിന്ന് ലഭിക്കുന്ന ആൻസർ കണ്ടെത്തുക. 3 സർക്കിളുകളുടെ സമ്മ് 30 ആണ്. ദെൻ ഒരു സർക്കിളും പിന്നെ ഒരു സർക്കിളിൽ നിന്ന് കുറച്ച് അവശേഷിച്ച ഭാഗങ്ങൾ രണ്ടെണ്ണം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 18. അങ്ങനെ അവസാനത്തെ വരിയിലെ ആൻസർ എന്താണ്? അപ്പോൾ സർക്കിളിൻ്റെ വാല്യൂ എന്ത് കിട്ടും? ഫസ്റ്റ് ലൈനിൽ നിന്നും 10. ദെൻ സെക്കൻഡ് ലൈനിൽ 10 + 4 + 4 ആണ് 18. ദെൻ അപ്പോൾ തേർഡ് ലൈനിൽ നിന്നും 4 - ഡാഷ് ഈസ് ഈക്വൽ ടു 2. 4 - 2 ഈസ് ഈക്വൽ ടു 2. അപ്പോൾ അവസാനത്തെ വരിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് 10 + 2 - 4. 10 + 2
12. 12 minus 4, 8. Answer is 8. Next question. ചില ഉപകരണങ്ങളും ബന്ധപ്പെട്ട സോഫ്റ്റ്വെയറുകളുമാണ് ചുവടെയുള്ളത്. അവസാനത്തെ കളത്തിലേക്ക് അനുയോജ്യമായത് ഏത്? ചില ഉപകരണങ്ങളും അവയുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയറുകളുമാണ് ചുവടെയുള്ളത്. അവസാനത്തെ കളത്തിലേക്ക് അനുയോജ്യമായത് ഏത്? എ, ബി, സി, ഡി. ആൻസർ ബി. ജിയോജിബ്ര സോഫ്റ്റ്വെയറിൻ്റെ ചിഹ്നമാണ് നൽകിയിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 21. നൽകിയിരിക്കുന്ന ചിത്രത്തിന്റെ കണ്ണാടിയിലെ പ്രതിബിംബം എന്തായിരിക്കും? എ, ബി, സി, ഡി. ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ നമ്പർ 22. എന്തിന്റെ സൂചനാ ചിത്രമാണിത്? ഡോളർ, യൂറോ, ബിറ്റ്കോയിൻ, ബൈറ്റ്സ്. ആൻസർ ബിറ്റ്കോയിൻ. കേരളത്തിലെ മഴയുടെ ലഭ്യത സെന്റിമീറ്ററിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഗ്രാഫാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. കേരളത്തിലെ എല്ലായിടത്തും 20 സെന്റിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മാസങ്ങളിൽ? മാസങ്ങൾ ഏതൊക്കെയാണെന്നുള്ള ഇവിടെ റൈറ്റിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഏറ്റവും കൂടുതൽ, അതായത് കേരളത്തിലെ എല്ലായിടത്തും 20 സെന്റിമീറ്റർ കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മാസങ്ങളിൽ? ആൻസർ ജൂലൈ, സെപ്റ്റംബർ. ഓപ്ഷൻ സി. 24th ക്വസ്റ്റ്യൻ. റാസ്ബെറി പൈ എന്നത് എന്താണ്? സോഫ്റ്റ്വെയർ, ഓൺലൈൻ ഷോപ്പിംഗ് ടൂൾ, മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ. ആൻസർ കമ്പ്യൂട്ടർ. മിനി കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നതാണ് റാസ്ബെറി പൈ. ചോദ്യം 25. ശബ്ദലേഖനം നടത്താൻ ഉപയോഗിക്കുന്ന ചില സോഫ്റ്റ്വെയറുകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ഒഡാസിറ്റി, അഡോബി ഓഡീഷൻ, ആസിഡ് പ്രോ, ഗോൾഡ് വേവ്. ഇവയിൽ ഏതാണ് സ്വതന്ത്ര സോഫ്റ്റ്വെയർ വിഭാഗത്തിൽപ്പെടുന്നത്? ശബ്ദലേഖനം നടത്താൻ ഉപയോഗിക്കുന്ന ചില സോഫ്റ്റ്വെയറാണ് നൽകിയിട്ടുള്ളത്. ഇതിൽ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഏത്? ആൻസർ ഒഡാസിറ്റി. 25 ചോദ്യങ്ങളാണ് അഭിരുചി പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഇനി നമുക്ക് ടൈ ബ്രേക്കറിലേക്ക് കടക്കാം. 2018 ലിറ്റിൽ കൈറ്റ്സ് അഭിരുചി പരീക്ഷയ്ക്ക് ചോദിച്ച ടൈ ബ്രേക്കർ. ആകെ 5 ചോദ്യങ്ങളാണുള്ളത്. ഫസ്റ്റ് വൺ: 24-11, 32-15, 10-4, 20-9, 50- ഈ സംഖ്യാ ജോഡികൾക്കെല്ലാം ഒരേ പ്രത്യേകതയാണുള്ളത്. അവസാനത്തെ ജോഡിയിൽ വിട്ടുപോയ സംഖ്യ ഏത്? ഓരോ സംഖ്യയുടെയും പ്രത്യേകത മനസ്സിലാക്കി കഴിഞ്ഞാൽ, ബന്ധങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കണ്ടെത്താനായിട്ട് സാധിക്കും. ഇവിടെ ഓരോ സന്ദർഭങ്ങളിലും ആദ്യത്തെ 2 സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസത്തിന്റെ പകുതിയാണ് രണ്ടാമത്തെ 2 സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് 9 + 15. ആൻസർ 24. ക്വസ്റ്റ്യൻ നമ്പർ 2: അക്ഷരങ്ങളെ ഡിജിറ്റൈസ് ചെയ്യുന്ന വിവിധ രീതികളാണ് ചിത്രത്തിലുള്ളത്. ഇതിൽ ശബ്ദത്തെ ടെക്സ്റ്റായി മാറ്റുന്നതിനായി പ്രയോജനപ്പെടുത്തുന്ന ഉപകരണം ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും തിരഞ്ഞെടുക്കുക. ശബ്ദത്തെ ടെക്സ്റ്റായി മാറ്റുന്നതിനായി പ്രയോജനപ്പെടുത്തുന്ന ഉപകരണം ഏത്? ആൻസർ ബി. തേർഡ് ക്വസ്റ്റ്യൻ: 5 കൂട്ടുകാർ ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. ബിൽ തുക തുല്യമായി വീതിക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഒരാളുടെ കയ്യിൽ ആവശ്യമായതിലും 40 രൂപ കുറവാണുണ്ടായിരുന്നത്. അത് മറ്റുള്ളവർ തുല്യമായി വീതിച്ചെടുത്തു. ഇപ്പോൾ ഒരാളൊഴികെ
മറ്റുള്ളവർ 130 രൂപ വീതമാണ് എടുത്തത്. ആകെ ബിൽ തുക എത്ര? ഇവിടെ 4 കൂട്ടുകാരും സുഹൃത്തിൻ്റെ 10 രൂപ വീതമാണ് അധികം എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 120 രൂപയാണ് ഒരാൾക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ 5 പേർക്ക് 120 രൂപ വെച്ച് ടോട്ടൽ 120 ഇൻറ്റു 5 600. ആൻസർ 600 രൂപ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. kite.kerala.government.in, littlekites@gmail.com, kite.kerala@webmail.com, littlekites.com നൽകിയിരിക്കുന്നവ ഓരോന്നും പരിശോധിച്ച് ഇമെയിൽ വിലാസങ്ങൾ തിരഞ്ഞെടുക്കുക. ഈ നൽകിയിട്ടുള്ളവയിൽ ഏതൊക്കെയാണ് ഇമെയിൽ വിലാസങ്ങൾ? ഇമെയിൽ അഡ്രസ്സുകൾ ഏവ? ആൻസർ 2 and 3, kite.kerala@webmail.com, littlekites@gmail.com. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ഒരു സ്കൂളിൽ ആകെയുള്ള 400 കുട്ടികളിൽ 150 പേർ പെൺകുട്ടികളാണ്. 350 കുട്ടികൾ ഉച്ചഭക്ഷണത്തിന് സ്കൂളിനെ ആശ്രയിക്കുന്നു. 40 പെൺകുട്ടികൾ ഉച്ചഭക്ഷണത്തിന് വീട്ടിൽ പോകുന്നുവെങ്കിൽ ഉച്ചഭക്ഷണത്തിന് വേണ്ടി വീട്ടിൽ പോകുന്ന ആൺകുട്ടികളുടെ എണ്ണം എത്ര? ഉച്ചഭക്ഷണത്തിനായി വീട്ടിൽ പോകുന്ന ആൺകുട്ടികളുടെ എണ്ണം എത്ര? ആൻസർ 10.